കേരളത്തിലെ BJP ഘടകം മഹാരാഷ്ട്ര കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്ന മഹാരാഷ്ട്രയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റായിരുന്നു. അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വൻ വിജയം കരസ്ഥമാക്കാനുള്ള അവസരം കേരള ജനത ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. BJPക്ക് വലിയ തിരിച്ചടിയല്ലേ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇത് തിരിച്ചടി പ്രതീക്ഷിച്ചല്ലോ ചർച്ചകൾ നടക്കുന്നത്. വർക്ക് ഏകീകരിച്ചു. നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ എപ്പോൾ കണ്ടാലും രാഹുലിൻ്റെ കൂടെ എപ്പോഴും ഷാഫി ഉണ്ടായിരുന്നു. അതെ അല്ലേ? രാഹുലിലൂടെ ഷാഫി ഉണ്ടായിരുന്നു. കാരണം അതൊരു പ്രസ്റ്റീജ് പോരാട്ടമാക്കി മാറ്റുന്നതിൽ അവർ വിജയിച്ചു. പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം എങ്ങനെയാണ് വിധിയെഴുത്ത് നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥി മറികടന്നുകൊണ്ട് EUR പ്രദീപ് LDFിൻ്റെ CPMൻ്റെ നേതാവ് വളരെ ശക്തമായ പ്രകടനമാണ് തുടക്കം മുതൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഏറ്റവും ശക്തമായ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പോരാട്ടം നടന്ന പാലക്കാടേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നേറ്റമാണ്. ഏവരുടെയും പ്രഡിക്ഷൻസിനെ കാറ്റിൽ പറത്തിക്കൊണ്ട്, പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രകടനമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, ഒപ്പം തന്നെ ജാർഖണ്ഡിൽ നടന്നു, മറ്റു പല സംസ്ഥാനങ്ങളിലും നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു. അതിൻ്റെയൊക്കെ തന്നെ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ VS രാജേഷ്, ഒപ്പം തന്നെ BJP നേതാവ് തമ്പാനൂർ സതീഷ്. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സിലേക്ക്. നമ്മൾ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായത്തിന് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ശ്രീ VS രാജേഷ് പറഞ്ഞത് സ്റ്റാറ്റസ് കോ നിലനിർത്താനുള്ള സാധ്യതയാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടം പാലക്കാട് പ്രതീക്ഷിക്കാം. അവിടെ മാത്രമാണ് മത്സരം ടൈറ്റാവാനുള്ള സാധ്യത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും ഒരു ശക്തമായ ലീഡ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടുമെന്ന് കരുതിയിരുന്നു. അതിന് പ്രധാന കാരണം അവിടെ ഉണ്ടായ വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾ പലതും CPM കൊണ്ടുവന്ന വിവാദങ്ങൾ, ഏറ്റവും ഒടുവിൽ ട്രോളി അടക്കം, പിന്നെ അതോടൊപ്പം രാത്രി പരിശോധന. പക്ഷേ അതെല്ലാം വലിയ രീതിയിൽ തിരിച്ചടിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായി മാറി. രണ്ടാമത്തെ കാര്യം, BJPക്ക് നഗര വോട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ചെറിയ തോതിൽ വിള്ളലുകളുണ്ടായി. ഈ ഒരു ഘടകം, പിന്നെ സരിൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആ ഒരു കൂടുമാറ്റവും CPMലെ ഒരു വിഭാഗം ആൾക്കാർക്ക് വലിയ രീതിയിൽ എതിർപ്പായിരുന്നു. അതിപ്പം EP ജയരാജൻ പോലും സരിൻ ഇങ്ങനെ അവിടുന്ന് വന്ന സ്ഥാനാർത്ഥിയാക്കനെ കുറിച്ച് ആദ്യം പ്രതികരിക്കുകയും പിന്നീട് അത് വിഴുങ്ങുകയും ചെയ്തെങ്കിലും, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ ഒരു CPMനോടുള്ള ഒരു പാലക്കാട് ഒരു ഘട്ടത്തിൽ CPMൻ്റെ വലിയ കോട്ടയായിരുന്ന ജില്ലയാണ്. അന്നേരം അവിടെ വലിയ തിരിച്ചടി നേരിടാൻ അതും ഒരു ഘടകമായി. എന്നാലും ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്റ്റാറ്റസ് കോ ആണ്. വയനാട് കോൺഗ്രസിന്, പാലക്കാട് കോൺഗ്രസിന്, ചേലക്കര CPM. പാലക്കാട് ഇത്രയും ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ ജനങ്ങളുടെ മനസ്സ് കോൺഗ്രസ് പക്ഷത്തേക്ക് പോയി. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ പശ്ചാത്തപിക്കേണ്ടതായി വരും. കാരണം പാർലമെൻറ്റിലെ ചില ബില്ലുകൾ പാസ്സാകുമ്പോൾ ഇന്ന് ജയിപ്പിച്ച് വിട്ടവരുടെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല നേട്ടം എന്ന് തന്നെ ഞാൻ പറയാം. ഒരു സീറ്റ് നേടി, വോട്ട് ഷെയർ കേരളത്തിൽ വലിയ രീതിയിൽ കൂട്ടുകയും ചെയ്തു. പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ BJP പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെയൊക്കെ NDA സഖ്യം കൃത്യമായി തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും. ജാർഖണ്ഡിൽ സാധിച്ചിട്ടില്ല. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യേണ്ടതിന് പകരം അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് പറ്റിയ വീഴ്ചയും BJPക്ക് വലിയ തിരിച്ചടിയല്ലേ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇത് തിരിച്ചടി പ്രതീക്ഷിച്ചല്ലോ ചർച്ചകൾ നടക്കുന്നത്. ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ ആ പ്രാദേശികമായ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മുഖ്യമായ ഘടകമാണ്. C കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ വർഷങ്ങളായി പാർട്ടിയെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. മുൻകാല ആൾക്കാരും നടത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ ആഴത്തിൽ പാർട്ടിയെ കൊണ്ടുവരാനും അവിടുത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റി 9 വർഷക്കാലമായി BJPയുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും അതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ചെയ്യാൻ കഴിഞ്ഞൊരു പ്രതീക്ഷയോടുകൂടിയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ എവിടെ നിന്നോ വന്ന ചില ശബ്ദങ്ങൾ
പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വന്ന ശബ്ദങ്ങൾ അതൊക്കെ ഇതിനെ കുറേയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് സന്ദീപ് വാര്യർ പോയത് ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു മാസക്കാലം പുള്ളി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ആരുടെയൊക്കെ പിൻകൈയായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ അതിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓക്കെ, സന്ദീപ് വാര്യർ അത്തരത്തിൽ പാർട്ടി വിട്ട് പോകാൻ പാടില്ലായിരുന്നു, അതിൽ വ്യത്യസ്ത അഭിപ്രായമില്ല എനിക്ക് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. പക്ഷേ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ പാർട്ടി വിട്ട് പോകാതിരിക്കുവാൻ നേതൃത്വത്തിന് ഇടപെടാൻ സാധിക്കുമായിരുന്നു. ഒന്ന്. രണ്ട്, സന്ദീപ് വാര്യരെ അനുനയിപ്പിച്ച് പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവന്നു, അദ്ദേഹത്തിന് സ്റ്റേജിൽ സ്ഥലം കൊടുത്തില്ല, വേദിയിലേക്കാണ് ഇരുത്തിയിരിക്കുന്നത്. അതൊരു അപമാനം തന്നെയല്ലേ? അത്തരത്തിലൊക്കെ ഒരു എന്ത് വിഷയമാണെങ്കിൽ തന്നെയും ടെലിവിഷൻ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് BJPക്ക് വലിയ രീതിയിൽ ഇമേജ് വർധനയ്ക്ക് വഴിവെച്ച ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ. അങ്ങനെ ഒരാളെ കുറച്ചുകൂടി ഡിഗ്നിറ്റിയോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നില്ലേ BJP നേതൃത്വം? അദ്ദേഹം ഒരു ചാനചർച്ചയിൽ നിത്യ നായകനായിരുന്നു. BJPയുടെ മുഖമായിരുന്നു. BJPയുടെ ഒരു മുഖമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടോ അല്ല പാർട്ടിക്ക് വിരോധമായി മാറിയിട്ടുണ്ടോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് സാധാരണ സംഘടനാ കാര്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായാലും RSSൻ്റെ ഒരു പ്രമുഖനായ നേതാവ് പോയി സംസാരിച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു സ്ഥലത്തും പിന്നെ തർക്കം ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു നിലപാടാണ് പണ്ട് മുതലേ ഉള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പ്രമുഖനായ RSSൻ്റെ നേതാവ് രാഹുൽ നമ്മളുടെ സന്ദീപ് വാര്യരെ കാണാൻ പോയിട്ടും അദ്ദേഹം അതിന് ഒത്തീർപ്പിന് തയ്യാറാവാത്തത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭാഗ്യശക്തികളുടെ തറവടയിലാണ് അടിമയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ചിന്ത പാർട്ടി നേതൃത്വത്തിനുണ്ടായി. പക്ഷേ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ BJP ഘടകം മഹാരാഷ്ട്ര കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്ന മഹാരാഷ്ട്രയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റായിരുന്നു. കാരണം കരുത്തന്മാരായ നേതാക്കൾ ശരത് പവാർ, അജിത് പവാർ, ഏക്നാഥ് ഷിൻഡെ, ഉദ്ധവ് താക്കറെ, ഇങ്ങനെയുള്ള ദേവേന്ദ്ര ഫട്നാവിസ് എല്ലാവരും കൂടെ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് തൂത്തുവാരി മഹായുതി സഖ്യം തൂത്തുവാരി, മഹാവികാസ് അഘാടി ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞു. എന്താണ് അതിൻ്റെ പാഠം? അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ തൊട്ട് നടത്തിയ പ്രവർത്തനം. BJPക്ക് പാലക്കാട്, കേരളത്തിൽ ഇപ്പം നേമത്തൊരു തവണ അക്കൗണ്ട് നേരത്തെ തുറന്നെങ്കിലും രാജഗോപാൽജി, അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമുണ്ട്. മറിച്ച് BJPക്ക് എന്തുകൊണ്ട് അനുകൂലമായ ഒരു ജില്ലയാണ് പാലക്കാട്. അത് ഈ പാലക്കാട് സീറ്റിൽ ജയിക്കാൻ വരുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ, അതിനു മുമ്പ് തിരൂർ സതീഷ് എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി, ഇങ്ങനെ വിവാദ പെരുമഴ BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നു. അതിനെ നിയന്ത്രിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഒരു തർക്കം വന്നു. സ്ഥാനാർത്ഥിത്വ വിഷയത്തിലുള്ള തർക്കമാണ് അവസാനം സന്ദീപ് വാര്യർ, ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായി. സന്ദീപ് വാര്യർക്കും സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ നേതൃത്വത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പാലക്കാട് ഈ ആദ്യം ഇപ്പോൾ കൃഷ്ണകുമാർ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ജനകീയനായ ഒരു നേതാവാണ് പാലക്കാട്ടെ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൽ പിന്നെ ആ ഒരു വോട്ട് ആദ്യം മുന്നിൽ വന്നെങ്കിലും BJPക്ക് നഗരമേഖലയിൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു അത് BJP അത് സ്ഥാനാർത്ഥിയുടെ കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ആ പാർട്ടിക്ക് അതിനെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെ, നഗരമേഖലകളിൽ അമിതാത്മവിശ്വാസമായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് കിട്ടിയില്ല. ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ BJPക്ക് കിട്ടിയില്ല. ഗ്രാമീണ മേഖലകളിലേക്ക് വർക്ക് ചെയ്തു. പക്ഷേ അതിൻ്റെ ഫലം എത്രത്തോളം വരുമെന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. രാഹുലിൻ്റെ ലീഡ് ഇപ്പോൾ 15,000-ൽ ഏറെ ആയിട്ടുണ്ട്. 15,352 വോട്ടിൻ്റെ ലീഡാണ് ഇപ്പോൾ രാഹുലിനുള്ളത്. അതിൽ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിലും ഷാഫിക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കണം. അതെ. ഷാഫിയുടെ പേരുദോഷം കേട്ടു. അതെ, ഒരുപാട് പേരുദോഷം കേട്ടു. പക്ഷേ പുള്ളിയുടെ ഒരു പിടിവാശികൾ ഉണ്ടായിരുന്നു. രാഹുലിന് തന്നെ സീറ്റ് കൊടുക്കണം. അതിൻ്റെ പേരിൽ കേട്ട എല്ലാത്തിനും പുള്ളി കൃത്യമായ മറുപടി കൊടുത്തു. വർക്ക് ഏകീകരിച്ചു. നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ എപ്പോൾ കണ്ടാലും രാഹുലിൻ്റെ കൂടെ എപ്പോഴും ഷാഫി ഉണ്ടായിരുന്നു. അതെ അല്ലേ, രാഹുലിൻ്റെ കൂടെ ഷാഫി ഉണ്ടായിരുന്നു. കാരണം അതൊരു പ്രസ്റ്റീജ് പോരാട്ടമാക്കി മാറ്റുന്നതിൽ അവർ വിജയിച്ചു. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഷാഫി മത്സരിച്ചില്ല എങ്കിലും ഷാഫി ഒരു നിറസാന്നിധ്യമാണ്. ഷാഫിയുടെ ഒരു നിഴൽ രൂപമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ.
ആ രീതിയിലാണ് അവിടെ അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം രാഹുൽ തന്നെ പറഞ്ഞല്ലോ, ഷാഫിയുടെ സ്ഥാനാർത്ഥിയായാലും എന്താ, ഷാഫിക്ക് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ എന്ന് രാഹുൽ തന്നെ തുറന്നു ചോദിച്ചു. അല്ല, തീർച്ചയായിട്ടും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒട്ടേറെ നേതാക്കൾ വളർന്നു വരുന്നതും അവർ വളർന്ന് പന്തലിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഷാഫിയുടെ തന്ത്രങ്ങൾ, ഷാഫിയുടെ പ്രവർത്തന ശൈലി ആരെയും വ്യക്തിപരമായി കടന്നാക്രമിക്കാതെ അദ്ദേഹം പറയാനുള്ളത് താൻ എന്ത് ചെയ്യുമെന്നും തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി. ഷാഫി ഒരു ഭാവിയിലെ വലിയ ഒരു നേതാവിൻ്റെ എല്ലാ ലക്ഷണവും ഇപ്പോൾ ഉണ്ട്. ഉറപ്പാണ്. ഒരു ലീഡർ ടു റെക്കൺ വിത്ത് എന്ന് പറയുന്നത്, അതായത് ഭാവിയിലേക്ക് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമോ ഒരു തുറുപ്പ് ചീട്ടായിരിക്കും ഷാഫി എത്തിച്ചേരാൻ പോകുന്ന. ഇപ്പോൾ പാർലമെന്റിലാണെങ്കിലും കേരളത്തിലായിരിക്കും ഷാഫിയുടെ ഭാവിയുള്ളത്. ഇപ്പോൾ വടകര പോലൊരു സ്ഥലത്ത് ശൈലജ ടീച്ചറെ പോലുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയമായ CPM നേതാവിനെ ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഇപ്പോൾ പിന്നെ പാലക്കാട് രാജിവെച്ച ശേഷം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോറ്റിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷാഫിക്ക് അത് വലിയ തിരിച്ചടിയാണ്. കാരണം ആ ശക്തരായ എതിരാളി ഇപ്പം തന്നെ ഇന്നിപ്പം ഇദ്ദേഹം ലീഡ് ചെയ്തപ്പോൾ ആദ്യം തന്നെ UDFൻ്റെ എല്ലാവർക്കും പിന്നെ നന്ദി അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് VT ബൽറാമാണ്. ആ സീറ്റ് പുള്ളി ആഗ്രഹിച്ചിരുന്ന ഒരു സീറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സീറ്റിലേക്ക് നിർത്തുന്നതിന് എതിർപ്പുണ്ടായിരുന്നു. അവിടെയും ഷാഫിയുടെ ഒരു വാശിയുണ്ടായിരുന്നു. അന്നേരം ഷാഫിയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാവരും ഉണ്ട്. മുസ്ലിം ലീഗും ഇതിൽ വലിയ രീതിയിൽ വർക്ക് ചെയ്തു. പക്ഷേ എന്നാലും ഷാഫിക്ക് ഒരു ക്രെഡിറ്റ് ഷാഫിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സരിൻ ചിത്രത്തിലേ ഇല്ല. സരിൻ്റെ കാര്യത്തിൽ എനിക്ക് EP ജയരാജൻ പറഞ്ഞ കാര്യത്തോടാണ്. ഇങ്ങനെയുള്ളവർ വന്നു പോകുന്നവരെ വെച്ച് പാർട്ടി ഇതിനു മുമ്പ് PV അൻവർ ഈ പാർട്ടിക്ക് ഇവിടെ സ്വതന്ത്രനായി നിന്ന് ജയിച്ച ആളാണ്. അവർ വന്നിട്ട് തിരിച്ചടി കെട്ടി. അതിൽ നിന്നും പാഠം പഠിക്കാതെ സരിനെ സ്ഥാനാർത്ഥിയാക്കി. മറിച്ച് CPM അവിടെ നിർത്താൻ പറ്റുന്ന ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. അവർ ഇത്രയും കാലം വെള്ളം കോരിയിട്ട് അവസാനം ഇന്നലെ വരുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറയുന്ന ഒരു സമീപനം അതിന് കിട്ടിയ ഒരു തിരിച്ചടി കൂടിയാണ്. സരിൻ 3ാം സ്ഥാനത്താണ്. സരിൻ പറഞ്ഞ 2ാം സ്ഥാനത്തല്ല, ഒന്ന് ജയിക്കുമെന്നും 70,000 മേളിൽ വോട്ട് പിടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. BJP ഏത് തരത്തിലാണ് മടങ്ങി വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും കേരളത്തിൽ ഈ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ബൂത്ത് തലം മുതൽ തന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, ഈ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ നേതൃസ്ഥാനത്ത് ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, മഹാരാഷ്ട്രയിലെ സംഭവം ബഹുമാനിയായ രാജേഷ് ചേട്ടൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം അവിടെ നമ്മുടെ ബഹുമാനിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നേരിട്ടാണ് അത് നിയന്ത്രിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടാണ് നിയന്ത്രിച്ചത്. അതുപോലെ തന്നെ അവിടുത്തെ RSS വിഭാഗം വളരെ ക്രിയാത്മകമായി അവർ താഴെത്തട്ട് വരെ രംഗത്തിറങ്ങി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതികായകനായ ശരത് പവാറിന് പോലും പതനമുണ്ടായി. പക്ഷേ അത് ശരിയാണ്. പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും നേരിട്ട് തെരഞ്ഞെടുപ്പ് നയിച്ചു. അന്ന് BJPയുടെ അധ്യക്ഷൻ പറഞ്ഞിരുന്നത് RSSന്റെ സഹായമില്ലാതെ BJP ഒറ്റയ്ക്ക് പോകുമെന്ന്. പക്ഷേ RSS പിന്നിലേക്ക് വലിഞ്ഞു. അതിൻ്റെ ഫലം റിസൾട്ടിൽ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം RSS കൈക്കൊണ്ട നിലപാടുകൾ ഹരിയാനയിൽ നമ്മൾ കണ്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ വിജയം പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിലും കണ്ടത് RSSന്റെ വിജയം തന്നെയല്ലേ? RSS വളരെ ശക്തമായിട്ട് അവിടെ സജീവമായിട്ട് നിലകൊണ്ട്. അതുകൊണ്ട് അത് RSSനെ തള്ളി പറയാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്ന 2 പേരുടെ പതനമാണ്. ഒന്ന് ശരത് പവാർ 83ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-8 സീറ്റും അവർ പിടിച്ചിരുന്നു. പക്ഷേ ഇപ്പം വളരെ തകർന്നടിഞ്ഞ് ഏതാണ്ട് 20 താഴെയാണ് കോൺഗ്രസിന്റെ പതനം. അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയുടെ എല്ലാ മോഹങ്ങളും ഇതോടുകൂടി എനിക്ക് ഒന്ന് അസ്തമിച്ച് കാണും. ആ രീതിയിലുള്ള വലിയ തിരിച്ചടികൾ നേരിട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേരിട്ട ഒരു ചെറിയ ഭൂരിപക്ഷമൊക്കെ മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ടി വന്നല്ലോ. ആ ഒരു വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ മഹാരാഷ്ട്ര വിജയം വലിയ ആവേശം നൽകുമെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരം അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചേലക്കര പോലൊരു സ്ഥലത്ത് അവർക്ക് വിജയം നിലനിർത്താനായി ഇപ്പം തന്നെ 10,000-ന് മേളിൽ 12,000-ന് മേളിൽ ലീഡ്. പിന്നെ രാധാകൃഷ്ണന് 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. രാധാകൃഷ്ണനെ പക്ഷേ ഒരിക്കലും രാധാകൃഷ്ണൻ ഒരു കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ലീഡറാണ്. പക്ഷേ പ്രദീപ് ഈ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും അദ്ദേഹം
ആൻറ്റി ഇൻകംബൻസി ഇല്ലെന്ന് വേണം പറയാം. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു, നല്ല ഇമേജ് ഉള്ള ഒരു ലീഡറാണ് മുമ്പ് MLA ആയിരുന്നപ്പോഴും. മാത്രമല്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ചേലക്കരയിലായിരുന്നു. 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര പോയിരുന്നെങ്കിൽ അത് ഗവൺമെൻറ്റിന് പാർട്ടിക്കും വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ നിലനിർത്തി. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഇരുന്ന സീറ്റ് അവർക്കും കിട്ടി, ഞങ്ങളുടെ ഇരുന്ന സീറ്റ് ഞങ്ങൾക്കും കിട്ടി. വളരെ നല്ല മാർജിനിൽ ജയിക്കുകയും ചെയ്തു. മറ്റേ ഭൂരിപക്ഷത്തിന് അത്രയും പോയില്ലെങ്കിൽ. അതെ അതെ അതെ. അപ്പോൾ വേറൊന്ന് ഞാൻ ചോദിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരിക്കുന്നു, 3 പാർട്ടികളും NCP, അതായത് BJPക്ക് ഒപ്പം നിൽക്കുന്ന NCP, ശിവസേന എല്ലാവരും ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുക, ഒറ്റയ്ക്ക് 126 സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ് BJP. അവിടെ 145 കേവലം ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇനിയിപ്പോൾ ഷിൻഡേക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരുന്നത്. അതിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള സാധ്യതയുണ്ട്. 100%. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയതുകൊണ്ട് BJPക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. ഈ 155 സീറ്റിൽ എത്തുമോ എന്നുള്ളത് ഇനിയും പറയാറായിട്ടില്ല. കാരണം 126 സീറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അവസാന കക്ഷിയിൽ വരുമ്പോൾ ചിലപ്പോൾ സ്വതന്ത്രരും എല്ലാവരും ചേരുമ്പോൾ അവർക്കൊരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ BJP ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് കിട്ടും എന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ BJP വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അല്ല, ഇപ്പം നിരീക്ഷകർ പറയുന്നത് ഷിൻഡെ വളരെ കഠിനാധ്വാനിയായിരുന്നു. ഷിൻഡെ വളരെ കഠിനാധ്വാനം, 2 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ വളരെ സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞെർക്ക് വീഴുമോ? ചിലപ്പം BJPയുടെ സ്ട്രാറ്റജി അനുസരിച്ച് ചിലപ്പോൾ അത് ചെയ്തുകൂടാഴുകയില്ല. പക്ഷേ BJP പിന്നെ അവർ തന്നെ ചിലപ്പം BJP മുഖ്യമന്ത്രി ആകട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫട്നാവിസ് ആണ് ഇപ്പോൾ BJPയുടെ നേതാവായിട്ട് നിൽക്കുന്നത്. ഫട്നാവിസിനെ വെച്ചുകൊണ്ട് പോകുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിൽ അത്ര മിടുക്കനല്ല. മറിച്ച് ഷിൻഡെ ആണെങ്കിൽ നല്ലൊരു മുഖമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അവർ. അതൊരു ഘടകമാണ്. നമ്മൾ ജാർഖണ്ഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെ, ജാർഖണ്ഡിൽ ആകെയുള്ള 81 സീറ്റിൽ 48 ഇന്ത്യ സഖ്യം, 31 NDA, മറ്റുള്ളവർ 2 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവർ നിലനിർത്തും. മാത്രമല്ല അത് ഹേമന്ത് സോറനും കൽപ്പന സോറന്റെ ഒക്കെ പ്രവർത്തനം ആദിവാസി മേഖലയിൽ അവർക്ക് കിട്ടിയ ഒരു ഭയങ്കരമായ സ്വാധീനം, അതിനെ മറികടക്കാൻ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ BJP ശ്രമിച്ചെങ്കിലും അത് അത്ര കണ്ട് വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയും ജനപ്രിയ പദ്ധതികളുണ്ട്. അവിടെ BJP തന്നെ ഈ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ലഡ്കി ബഹിൻ എന്ന് പറഞ്ഞൊരു പദ്ധതി, അത് 2.5 കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് മാസം 1500 രൂപ വെച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ. അതൊക്കെ വലിയ രീതിയിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 2100 ആക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കൾ കണ്ടു പഠിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും എന്തായാലും ഈ പരാജയവും അതിനകത്ത് വളരെ ആഴത്തിൽ തന്നെ പഠിക്കും സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വമായി ആലോചിച്ച് ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ എല്ലാ തരങ്ങളിലും 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നമ്മൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതിനെ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ദേശീയ നേതൃത്വത്തിൻ്റെ നേതാക്കന്മാരുടെയും ഇവിടുത്തെ സംഘ RSS പോലുള്ള നേതൃത്വത്തിലുള്ള അവരുടെയും ഇവിടെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ മുൻ കേന്ദ്ര മന്ത്രിയും മുൻ സംസ്ഥാന പ്രസിഡന്റായ V. മുരളീധരൻ, അതുപോലെ തന്നെ സീനിയർ നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മളെ കൃഷ്ണദാസ്, അവരൊക്കെ എല്ലാവരും കൂട്ടായ്മയോട് ആലോചിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് ഇത് ശക്തമാക്കാൻ മുന്നോട്ട് പോകും. എന്തായാലും ഇത് നമുക്കിത് നിലവിലുണ്ടായിരുന്ന സീറ്റല്ല നഷ്ടപ്പെട്ടത്, നമ്മൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടന്നത് പാലക്കാട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പാർലമെൻറ്റാണ്, അത് വോട്ട് കുറഞ്ഞു പാലക്കാട് കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും എന്തെങ്കിലും പാളീച്ചകൾ എന്താ സംഭവിച്ചത്, ഇതിനകത്തുണ്ടായ അപശബ്ദങ്ങളാണോ, അതാ പാർട്ടി മിഷണറിയിലുണ്ടായ പാകപ്പിഴകളാണോ എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരണം ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന നേതൃത്വം ആ കാര്യങ്ങളും പഠിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്നുള്ള സംശയമില്ല. ചേലക്കരയിൽ പ്രദീപ് ജയിച്ചു എന്നാണ് ഇപ്പം
ഫലം വരുന്നത്. 12,122. അതെ, 12,122 വോട്ടുകൾക്ക് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചിരിക്കുകയാണ്. ചേലക്കര ഇടത് നിലനിർത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കെ രാധാകൃഷ്ണനോളം വന്നില്ല എങ്കിലും 10,000-ന് മേളിൽ മെജോറിറ്റി കിട്ടിയെന്നുള്ളത് അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ. അതെ 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 പല വിവാദങ്ങളും എല്ലാം ഉള്ളപ്പോൾ. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, അവിടെ LDF സ്ഥാനാർത്ഥി പ്രദീപ് ജയിച്ചത്, ചേലക്കരയിൽ ജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തക കോട്ട 39,000 വോട്ടിനാണ് മുൻ സ്പീക്കർ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ജയിച്ചത്. അവിടെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഏകദേശം 12,000 ഇഷ്ടം വോട്ടിനാണ് ജയിച്ചിട്ടുള്ളതെങ്കിലും അതിനകത്ത് അവർക്ക് പ്രതീക്ഷ വർപ്പിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള UDF-നെ സംബന്ധിച്ചോളം ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് അവരെ തരംഗമെന്ന് അവരെ മനസ്സിൽ കൂട്ടുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്ത സ്ഥലത്ത് അവർക്ക് ഇപ്പോൾ സംഭവിച്ചത്, അവരെ നിലവിലിരിക്കുന്ന സീറ്റ് രാഹുൽ മങ്കട്ടത്തിന് ജയിക്കാൻ പറ്റി, നമ്മൾ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ കേരളത്തിലൊരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ സാന്നിധ്യം UDF-നെ ദുർബലപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് അനുകൂലമാകും? അത് 2ാമത്തെ കേസ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 30 സീറ്റെങ്കിലും മിനിമം കേരളത്തിൽ നിയമസഭയിൽ ജയിച്ചു വരാനുള്ള ഒരു വർക്കാണ് ഇനി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചർച്ചയോടുകൂടി പ്രവർത്തന ശൈലിയോടുകൂടി മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. സ്ഥിരമായിട്ട് ഇതിൻ്റെ എന്താ പറയുന്നത്, ഒരു രോഗം വരുമ്പോൾ ഒരു സ്ഥിരം മരുന്നല്ല ഉപയോഗിക്കേണ്ടത്, മാറ്റപ്പെടേണ്ടതായ മരുന്നുകൾ ഉപയോഗിക്കണം, പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് മാറ്റങ്ങൾ സ്ഥാനാർത്ഥികളിലും അതുപോലെ തന്നെ സ്വഭാവ രീതികളിലൊക്കെ മാറ്റം വരും. അത് നമ്മൾ ഈ ഒരു പരാജയം, താൽക്കാലികമായ പരാജയം. കാരണം ഒരു 3 തിരഞ്ഞെടുപ്പ് നടക്കുന്നു, പാർലമെൻറ്റാണ് ഒന്ന്, അത് വയനാടാണ്. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. അത് നമുക്കങ്ങനെ അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു UDF-ൻ്റെ ഒരു കോട്ടയാണ്. അവിടെയും ഒരു കൗൺസിലറായിരുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയായ ചെറുപ്പക്കാരിയെ കുട്ടിയാണ് നമ്മൾ പരീക്ഷിച്ചത്. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് അത് മതി, ഒരു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പുതുമുഖത്തിനെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളൊരു വ്യക്തിയെ കൊണ്ടുവന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ചുകൊണ്ട് അത് കാര്യമില്ല. സ്വന്തം കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു നല്ല മിടുക്കിയായ ഒരു കുട്ടിയെ കൊണ്ട് മത്സരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് അഭിമാനിക്കാം. പിന്നെ രാഹുൽ ഗാന്ധി പിടിച്ച വോട്ട് പിടിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതുവരെയുള്ള കണക്കനുസരിച്ച് പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 3.5 ലക്ഷം കഴിഞ്ഞു. 3 ലക്ഷം കഴിഞ്ഞു, 4 ലക്ഷം വരെ പോകുമായിരിക്കാം. പക്ഷേ അതെ, നേരത്തെ നടന്നത് അത്രയല്ല, 5 ലക്ഷത്തിന് പുറത്ത് വോട്ടുണ്ടായിരുന്നു. 5 ലക്ഷം പറഞ്ഞു ആദ്യം. ചേലക്കരയുടെ കാര്യത്തിൽ ഇപ്പോൾ സതീഷ് പറഞ്ഞു പ്രിയങ്ക ഗാന്ധി 5 ലക്ഷം, ആദ്യം പറഞ്ഞ് 8 ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞതാ UDF. രണ്ടാമത് പിന്നെ 5 കുറച്ചു. ഇപ്പോൾ അത് 4 കൊണ്ടുവരണമെങ്കിൽ അത് പരാജയം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ശക്തമാണ്. ചേലക്കരയുടെ കാര്യത്തിൽ സതീഷ് പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് യോജിപ്പുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഈ 39,000 വോട്ടിൽ നിന്ന് രാധാകൃഷ്ണന് കിട്ടിയ ഭൂരിപക്ഷം 12,000 ആയിട്ട് കുറഞ്ഞതിന് ഒരു കാരണമുണ്ട്. കാരണം നല്ലൊരു മന്ത്രിയായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാധാകൃഷ്ണനെ ഒരു കാരണമില്ലാതെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചതിൽ അവിടുത്തെ വോട്ടർമാർക്ക് അമർഷമുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് പ്രിയപ്പെട്ട രാധാട്ടനാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനെ മാറ്റിയതിൽ അവിടുത്തെ വോട്ടർമാരുടെ ഒരു അസംതൃപ്തി ഈ ഭൂരിപക്ഷം കുറഞ്ഞതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ പ്രദീപ് വളരെ ജെന്റിൽമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ സതീഷിനോട് യോജിക്കുന്ന ഒരു കാര്യം, ചേലക്കരയിലെ പരാജയം കണ്ണു തുറപ്പിക്കേണ്ട കോൺഗ്രസിൻ്റെ തന്നെയാണ്. കാരണം കോൺഗ്രസ് ഇവിടെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും VD സതീശനൊക്കെ പല കാര്യങ്ങളും വിളിച്ച് പറയുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള വോട്ട് ചേലക്കര അല്ലെ അട്ടിമറിക്കാൻ കഴിയാതെ വന്നു. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് പറഞ്ഞു നിൽക്കും? സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്ത് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. പിന്നെ BJP പഠിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ റിപ്പോർട്ടറായിട്ട് കൗമുദി വരുമ്പം തൊട്ട് തമ്പാനൂർ സതീഷിനെ അറിയാം. പിന്നീട് അദ്ദേഹം ഈ വാർഡ് കൗൺസിലറായപ്പോഴടക്കം രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നെങ്കിലും ഒരു പാർട്ടിയുടെയും ഇത് നോക്കാതെ ജനകീയനായിരുന്നു. അവിടെ തമ്പാനൂർ, അവിടെ ഏത് പാർട്ടിക്കാർക്ക് ഒരാവശ്യമുണ്ടെങ്കിലും അത് വോട്ടർ എന്നുള്ള നിലയിലല്ലാതെ വളരെ അവരോടൊപ്പം പോവുകയും അങ്ങനെയാണ് തമ്പാനൂർ സതീഷ് വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. പിന്നീട് അദ്ദേഹം ഇപ്പം BJP-യിലേക്ക് മാറി. പക്ഷേ BJP മനസ്സിലാക്കേണ്ട ഇതുപോലെ ഗ്രാസ് റൂട്ട് ബന്ധമുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ട് വന്ന് പ്രധാന ഇതിലേക്ക് വേണം. അല്ലാതെ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഏതെടുത്താലും ശോഭാ സുരേന്ദ്രൻ, A സുരേന്ദ്രൻ, അല്ലെ കൃഷ്ണദാസ്, അല്ലെ MD രമേശ്, ആ രീതി പോകാതെ പുതിയ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരാൻ BJP ശ്രമിക്കുന്നത് ഇനി 1.5 വർഷം കൂടെ തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട് കേരളം. അതെ 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 അത് വളരെ വളരെ വ്യക്തമായൊരു സാറേ, എല്ലാ പാർട്ടിയിലും സീനിയർ നേതാക്കളും കൂടെ വേണം. കാരണം മാർഗനിർദ്ദേശം കൊടുക്കുവാനുള്ളൊരു സീനിയർ വിഭാഗം എപ്പോഴും എല്ലാ പാർട്ടിയിലായിരുന്നും വേണം. അതോടൊപ്പം തന്നെ പുതിയ ആളുകളെ കൂടെ പരീക്ഷണം നടത്തണം. അത്രേ നമുക്ക് സാധാരണ ഒരു രീതിയിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഏത് പാർട്ടിക്കകത്തായിരുന്നാലും
അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP അത്തരം കാര്യങ്ങൾ പരീക്ഷണം പല സംസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ നടത്തുന്നു. എല്ലാ ഉത്തരേന്ത്യയിലും മറ്റും നടത്തുന്ന ആ ഒരു ഓപ്പറേഷൻ കേരളത്തിൽ വിജയിക്കാതെ പോകുന്നു. അതിൻ്റെ ഒരു കാരണം ഈ ഉൾപാർട്ടി വിഭാഗീയതയും തർക്കങ്ങളും ഒരു പരിധിവരെ അതിനൊരു ഘടകമാണ്. സാർ, അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ദേശീയ നേതൃത്വം ഇടപെട്ട് ഇതിനെ സംസ്ഥാന നേതൃത്വം കൊടുത്ത് അത് പ്രശ്നങ്ങൾ തീർക്കും. കാരണം ഇനി നമ്മളെ ആവശ്യം എന്നുള്ളത് നിയമസഭയിലെ ശബ്ദമാണ്. കാരണം നിയമസഭയിൽ നമുക്ക് ഒരു ദുഃഖം പറയാം, ഒരു പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മുനമ്പം വിഷയം വന്നപ്പോൾ 140 പേര് ഒന്നിച്ച് UDFും LDFും കൂടെ പിന്തുണ പ്രഖ്യാപിച്ചു വഖഫ് ബോർഡിന് അനുകൂലമായി. പക്ഷേ ഒരു BJP MLA എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനും അവിടെ എതിർത്ത് നിൽക്കാനും കഴിയുമായിരുന്നു. ആ ഒരു വേദന ഞാനുൾപ്പെടെയുള്ള ഈ BJP പ്രവർത്തകർക്ക് വേദനയുണ്ട്. കാരണം അങ്ങനെ ഒരു കേരളത്തിലെ പൊതുസമൂഹം ഈ പാർലമെൻറ്റിൽ നടക്കുന്ന ബില്ലിന് ശേഷമെങ്കിലും കേരളത്തിൽ ജയിപ്പിച്ച് വിട്ട MPമാർ, UDFിൻ്റെയും LDFിൻ്റെയും MPമാർ പാർലമെൻറ്റിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് പരിശോധിക്കണം. കേരളത്തിലെ പ്രത്യേകിച്ച് ജനത, ഇന്ത്യയിലെ ജനത മാത്രമല്ല കേരളത്തിലെ പ്രത്യേക ജനത അതിനനുസൃതമായിട്ടെങ്കിലും അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വൻ വിജയം കരസ്ഥമാക്കാനുള്ള അവസരം കേരള ജനത ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഏറ്റവും പോപ്പുലറായ ലീഡറാണ്. ഇപ്പോൾ എവിടെ പോയി നിർത്തിയാലും അദ്ദേഹത്തിൻ്റെ ഒരു മാർക്ക്, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിവുള്ള ജനകീയനായ നേതാവാണ് സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ്. V. മുരളീധരനാണെങ്കിൽ ഒരു ഇരുത്തം വന്ന നേതാവാണ്. ആ ഒരു ലീഡർഷിപ്പിന് ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അടുത്തൊരു നിരയെ കെട്ടിപ്പടുക്കുന്നതിൽ കുറേ കൂടെ ഒരു ജാഗ്രത ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തമ്മിൽ ഒരു ഐക്യം, അങ്ങനെ ഒരു വിഭാഗീയത പൂർണ്ണ അക്കാര്യത്തിൽ കേന്ദ്രം കുറേ കൂടെ ഒരു സജീവമായ ഇടപെടൽ ആവശ്യമായിരിക്കും. ഇപ്പം തന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു. പാർട്ടി നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മ അത് വലിയൊരു ഘടകമായിരുന്നു. അവിടെ നിരന്തരം വർക്ക് ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ മാറ്റി മാറ്റി നിർത്താതെ ഒരു മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കൂടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ, സ്ഥാനാർത്ഥി മാറി മാറി നിൽക്കുന്നതല്ല, ഞാനിപ്പം BJP മനസ്സിലാക്കുന്നത് നിൽക്കുന്നതല്ല. ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് കഴിയുമ്പോൾ പരാജയം സംഭവിച്ചാൽ അവരെ വീണ്ടും അവിടെ നിർത്തി മത്സരിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്ത് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പോകാനുള്ള നേതൃത്വം ഉണ്ടാവണം. കാരണം അവർ വീണ്ടും ആരായിരുന്നാലും വീണ്ടും വേറെ സ്ഥലം കണ്ടെത്തരുത്. ഒരു സ്ഥലം കണ്ടെത്തി ഇതിനകത്ത് ആ സ്ഥലം തന്നെ വർക്ക് ചെയ്ത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ട് ആ സീറ്റ് പിടിച്ചെടുക്കുക. അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ട് താമസവും ആവണം. ഇപ്പോൾ മറ്റ് ചില സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അസാമിലെ 5-ൽ 3 BJP ആണ് മുന്നിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ജയത്തിലേക്ക് അടുക്കുന്നു. കേദാർനാഥിൽ അവിടെയും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പോയെന്ന് തോന്നുന്നു. കേദാർനാഥിൽ പോയി. പക്ഷേ ബീഹാറിൽ 2 സീറ്റിൽ അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ആ ഒരു നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും പ്രിയങ്ക വാദ്രയുടെ ലീഡ്, പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 3,51,000 പിന്നിട്ടിരിക്കുകയാണ്. റെക്കോർഡ് മറികടന്നു. അതെ. ഇപ്പോൾ UDFിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നോക്കുമ്പോൾ 20,000-ന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലും ജയിച്ചതായി വന്നിട്ടുണ്ട്. ജയിച്ചു. 20,288 വോട്ടുകൾക്ക് രാഹുൽ ജയിച്ചു എന്നുള്ളതാണ് വരുന്നത്. അതിന്റെ എക്സാക്ട് ഫിഗർ കൃത്യമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരാൻ പറ്റും. അപ്പോൾ പാലക്കാട് റിസൾട്ട് വന്നു, ചേലക്കരയിലും വന്നു. വയനാട് പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രയാസമില്ല. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ വേറൊന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയിലും സമീപന രീതിയിലും വരേണ്ട മാറ്റങ്ങളും വളരെ അടിയന്തരമായി അവർ ഫിക്സ് ചെയ്യണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിന്റെ ഉള്ളിൽ ഇപ്പം തന്നെ വലിയ മുമ്പില്ലാത്ത രീതിയിൽ ഇപ്പം തന്നെ പരസ്യമായിട്ട് VD സതീശനെ ആൾക്കാർ വെല്ലുവിളിക്കുന്നുണ്ട്. VD സതീശന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെന്ന് പറഞ്ഞാണ് ഈ സരിൻ തന്നെ പാർട്ടി വിട്ടു പോയത്. VD സതീശനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, K. സുധാകരനെ അനുകൂലിക്കുന്നവരുണ്ട്, പിന്നെ KC വേണുഗോപാൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ശശി തരൂർ വന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്നവരുണ്ട്, K. മുരളീധരൻ ഒരു അവസരം കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അവസാനം തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നതാണ്. പക്ഷേ അണികളിലും വല്ല ആശയക്കുഴപ്പമുണ്ട്. മറിച്ച് മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM-ന് കൃത്യമായ നേതാവുണ്ട്, ആരാണെന്നുള്ളതുണ്ട്. BJPക്ക് ആണെങ്കിലും ആ രീതിയിൽ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. കാരണം അവർ അധികാരത്തിലേക്ക് അടുത്ത ഉടനെ വരുമെന്ന് കരുതാൻ പറ്റില്ല, കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റിയാലും. അന്നേരം കോൺഗ്രസിൻ്റെ അകത്തുള്ള വിഭാഗീയത അവസാനിപ്പിക്കാതെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ പ്രതീക്ഷിക്കേണ്ടെന്നാണ്. ചേലക്കര പിടിച്ചിരുന്നെങ്കിൽ അതൊരു ദിശാസൂചികയായിട്ട് മാറിയനായിരുന്നു. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ ചേലക്കരയിൽ അവർക്ക് 10,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷം നിലനിർത്തിയ സീറ്റ്. അത് കോൺഗ്രസ് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. പാലക്കാട്ടെ വിജയത്തിൽ മതിമറന്നുകൊണ്ട്
ആ കാര്യം വളരെ എളുപ്പമാവുമെന്ന് കോൺഗ്രസ് വിചാരിക്കുകയും വേണ്ട. ഈ സരിന്റെ ഭാവി എന്താവുമെന്നാണ് കരുതുന്നത്? സരിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം വരുന്ന ആൾക്കാരെ എല്ലാം അവർ സംരക്ഷിക്കുന്ന ഒരു ചരിത്രമാണല്ലോ. ഇപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആൾ തന്നെ അടക്കം കോൺഗ്രസിൽ നിന്ന് വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് പദവികൾ കൊടുക്കും. അവരിപ്പോൾ നേരത്തെ എ പി അല്ല, ഇവിടെ KPCC ഓഫീസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന അനിൽകുമാർ കോൺഗ്രസിൽ നിന്ന് CPM വന്നപ്പോൾ അദ്ദേഹത്തിന് പദവി കൊടുത്തു. ഇവർ വരുന്നവരെല്ലാം സംരക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് സരിൻ ഭാവിയുള്ള ചെറുപ്പക്കാരനാണെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അന്ന് പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. എന്താണെന്നറിയില്ല, ഡോക്ടർ എന്ന പദവി വെച്ച് സ്ഥാനാർത്ഥിയാവുന്നവർക്കൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആരാണ്? പ്രവർത്തനത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ. നേരത്തെ എറണാകുളത്തൊരു പാർലമെന്റ് സ്ഥാനാർത്ഥി അദ്ദേഹം കാണിച്ച വികൃതം ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ഒരു സാധാരണക്കാർ സ്ഥാനാർത്ഥികൾ കാണിക്കുന്ന രീതിയിലല്ല പുള്ളിയുടെ പ്രവർത്തനം. അതുപോലെ സരിൻ്റെ ഭാഗത്തുനിന്നും ശരിക്ക് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സരിൻ പറയുന്ന പല പ്രസ്താവനകളും പാർട്ടി തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ ഡോക്ടർമാർ ബെനറ്റ് എബ്രഹാം അത് പണ്ടൊരു ഡോക്ടർ ഇങ്ങനെ വെച്ചു. എല്ലാവർക്കും ഇങ്ങനെ ഡോക്ടർമാർക്ക് എന്തോ ഒരു പാളിച്ച വരുമാന കുഴപ്പമല്ല അത്. അല്ല, പക്ഷേ പാലക്കാട് സരിനെ നിർത്തിയതിലൂടെ CPM ഒരു പാഠം പഠിക്കേണ്ടതാണ്. ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ജയസാധ്യത മുന്നിൽ കണ്ട് ഇന്നലെ വരുന്നവരെ കയറി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പാർട്ടിയിൽ അമർഷമുണ്ട്. ഇപ്പം നമുക്കറിയാം CPM-ൻ്റെ സമ്മേളനങ്ങൾ, ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. പല ഈ സമ്മേളനങ്ങളിൽ ഇത്തരം സരിൻ്റെ സ്ഥാനാർത്ഥിത്വമടക്കം വലിയ ചർച്ചയായി. അത് പാർട്ടി അത്തരം നിലപാട് പാർട്ടി പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇല്ല എന്നുണ്ടെങ്കിൽ പിണറായിയുടെ തന്ത്രങ്ങൾക്കും ഒരു രക്ഷിക്കാൻ സാധിക്കില്ല അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക്. പിണറായിയാണ് മുന്നിൽ നിൽക്കുന്നവർക്ക്. അതുപോലെ ഒരു പാർട്ടിയുടെ CPM-ന് ഒരു രണ്ടാം നിര ഇപ്പോൾ കുറേ നേതാക്കളുണ്ട് എങ്കിലും ഇപ്പം കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് യുവ നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്, ശക്തരായ. ആ രീതിയിലൊരു രണ്ടാം നിരയെ വളർത്തുന്നതിൽ CPM വിജയിച്ചോ എന്നുള്ളതും അവർ പരിശോധിക്കേണ്ടതാണ്. രണ്ടാം നിരയിലെ ചെറുപ്പക്കാരിൽ തർക്കമുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലായിരുന്നാലും VT ബൽറാം ആയിരുന്നാലും അതിനകത്തൊരു ഫൈറ്റ് ഉള്ളത് കൊണ്ടാണ് VT ബൽറാമിൻ്റെ സാന്നിധ്യം പാലക്കാട് ഉണ്ടാവണ്ടെന്ന് ഷാഫി ആഗ്രഹിച്ചത്. അതെ, അതിപ്പോൾ അത് വളഞ്ഞിട്ട് വിഭാഗീയത. അപ്പോൾ ഇതിനകത്ത് സാർ ചെറുപ്പക്കാരുടെ ഇടയിലും ഈ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ കൊണ്ടുണ്ടാക്കി വെച്ച തർക്കങ്ങൾ തന്നെ ഇപ്പം ഇവരിലും കടന്നു വന്നിട്ടുണ്ട്. അതിനിപ്പം ഇനി കാലങ്ങൾ കഴിയുമ്പോൾ അത് പുറത്തു വന്നുകൊണ്ടിരിക്കും വളരെ ശക്തമായിട്ട് തന്നെ. പണ്ട് ഇത്തരക്കാരെ എല്ലാം ഒരുമിച്ച് നിർത്താൻ K കരുണാകരൻ ഉണ്ടായിരുന്നു, ലീഡർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടി ആ രീതി. പക്ഷേ ഇപ്പോൾ ഒരു കുറേ നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സതീശൻ, സുധാകരൻ, ശശി തരൂർ, മുരളീധരൻ, എന്തിനെല്ലാത്തിനും മേളിൽ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ, ഇവരെല്ലാവരും ഫൈമി കാമുകന്മാരാണ്. ഈ മുഖ്യമന്ത്രി പദം അടുത്ത തെരഞ്ഞെടുപ്പിൽ അനുകൂലമായാൽ അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കി അതിനുവേണ്ടി തങ്ങളോടൊപ്പം ഒരു ഗ്രൂപ്പുകളെ വളർത്തുകയാണ് ഇവർ ചെയ്യുന്നത്. അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. CPM-ലേക്ക് നേരത്തെ നമ്മളൊന്ന് സംസാരിച്ചുവെങ്കിൽ തന്നെയും അതും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമല്ലേ. പിണറായിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ MV ഗോവിന്ദനുണ്ട്, EP ജയരാജനുണ്ട്, അവിടെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ തന്നെ. അവിടെയും ഈ തരത്തിലേക്ക് ഒരു കേഡർ സ്വഭാവത്തിൽ നിന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ കോൺഗ്രസിലെ പോലെ ഒരു പ്രശ്നം വരത്തില്ല. പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനം പാർട്ടിയിലുള്ളവർ അംഗീകരിക്കും. അല്ലാതെ പിന്നെ വലിയ വിഭാഗീയത മേൽത്തട്ടിൽ ഇപ്പം വലിയൊരു തോതിലില്ല, കീഴ്ത്തട്ടിലാണുള്ളത്. അതാണ് ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഒക്കെ പലയിടത്തും നിർത്തിവെക്കേണ്ടി വരുന്നത്, വഴക്കുണ്ടാകുന്നതൊക്കെ അതാണ്. മറ്റേത് പണ്ട് VS പിണറായി എന്നുള്ള ശക്തമായ ചേരിയായിരുന്നു. അത് ഏറെക്കുറെ ആ വിഭാഗീയത അവസാനിച്ചു. ഇനി പുതിയ വിഭാഗീയത ഉണ്ടാകും, കാരണം പാർട്ടിയുടെയൊക്കെ ചരിത്രം അതാണ്. തോമസ് ഐസക്, ശൈലജ ടീച്ചർ, P രാജീവ്, ഇവരെയൊക്കെ വീണ്ടും ഇനിയിപ്പോൾ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യത. P രാജീവ് അതിലൊരു ചോയ്സാണ്. കാരണം P രാജീവ് പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ നല്ലൊരു മന്ത്രിയാണ്, നല്ല ഒരു ഒരു ഫ്യൂച്ചറുള്ള പാർട്ടിയിൽ നോക്കി കാണാവുന്ന നല്ല പാർലമെൻറ്റേറിയനായിരുന്നു. ആ രീതിയിൽ നോക്കാവുന്ന ഒരാളാണ് P രാജീവ്, KN ബാലഗോപാൽ, MB രാജേഷ്, അങ്ങനെയൊക്കെയുള്ള കുറേ നേതാക്കൾ. K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പറഞ്ഞുവിട്ടെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരെ പരിഗണിക്കാവുന്ന ഒരു നേതാവ്. അതെ, ആ ഒരു സംശുദ്ധമായ, നമ്മൾ ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെയും ഈ P രാജീവ് ആണെങ്കിലും K രാധാകൃഷ്ണനെ പോലെയുള്ള ആൾക്കാരാണെങ്കിലും മുന്നിലേക്ക് വരുമ്പോൾ മറ്റൊരു ഒരു പേരുടെ വിട്ടു. അതായത് ഇപ്പോഴത്തെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട്, മറിച്ചൊരു മന്ത്രി എന്നുള്ള നിലയിൽ നല്ല ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും വളരെ എല്ലാവരുമായിട്ടും സഹകരിച്ച് പോവുകയും ചെയ്യുന്ന ഒരു മന്ത്രി, ഒരു നേതാവുമാണ്. ഇപ്പം ഒരു ഉദാഹരണം നോക്കിയാൽ മതി. ഈ വിമർശനങ്ങളൊന്നും ഇപ്പം ഏരിയ സമ്മേളനങ്ങളിലൊന്നും റിയാസിനെതിരായിട്ട് വിമർശനങ്ങൾ വരുന്നില്ല. കാരണം അദ്ദേഹം ഇടപെടുന്ന രീതിയും എല്ലാം വളരെ നല്ലതാണ്. അതുകൊണ്ട് റിയാസും ഒരു ഫ്യൂച്ചർ
പ്രതീക്ഷയുള്ള നേതാവാണ്. അപ്പോൾ നമ്മുടെ വേദിയിൽ തന്നെ വന്ന പലരും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള രീതിയിൽ മാത്രം അദ്ദേഹത്തെ കാണണ്ട. സംഘടനാ പ്രവർത്തനം, അതായത് വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിട്ട് താഴെ തട്ടിന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല കോഴിക്കോട് പോലൊരു സ്ഥലത്ത് എൻ കെ രാഘവനോട് മത്സരിച്ചാൽ 1000 ചില്ലുവാൻ വോട്ടിന് അദ്ദേഹം പാർലമെന്റിൽ തോറ്റത്. ഇപ്പോഴൊക്കെയാണ് 1,00,000-ലധികം വോട്ടുകൾക്കാണ് ആൾക്കാർ പരാജയപ്പെടുന്നത്. അന്നേരം ഒരു വളരെ ഫീച്ചറുള്ള ഒരു ലീഡറാണ് അയാളെ. പക്ഷേ എതിരാളികൾ ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ളത് പറഞ്ഞ് അടിച്ചിരുത്താൻ നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് ജനകീയനായതുകൊണ്ട് ആ പ്രശ്നം പുള്ളിക്ക് വരത്തില്ല. ഇതുപോലെ നമ്മളിപ്പോൾ കോൺഗ്രസിനെയും CPM-നെയും കുറിച്ച് പറഞ്ഞു. BJP-യിൽ ഇത്തരത്തിൽ ഉള്ള കുറച്ച് നേതാക്കളെ നമുക്ക് മുന്നിലേക്ക് വെച്ച് പ്രവർത്തന രീതി മാറ്റി മുന്നോട്ട് പോകേണ്ടതല്ലേ? ആരൊക്കെ അങ്ങനെയാണെങ്കിൽ വരും? ഇപ്പോൾ നേരത്തെ രാജേഷ് സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ P. രാജീവിൻ്റെയൊക്കെ പേര് പറഞ്ഞു, മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞു, തോമസ് ഐസക്കിൻ്റെയൊക്കെ പേര് പറഞ്ഞു. അതുപോലെ സുരേന്ദ്രനപ്പുറത്തേക്ക്, ശോഭാ സുരേന്ദ്രനപ്പുറത്തേക്ക് ഏതൊക്കെ പേര് ഉയർത്തി കാണിക്കാം? അതിനുള്ള പരിചയമൊന്നും എനിക്കായിട്ടില്ല സാർ. സതീഷ് ഞാനൊരു നവാഗതനാണ്, അതുകൊണ്ട് അത്രത്തോളം എനിക്കറിയില്ല. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പുതിയ ഈ പഴയ നേതൃത്വത്തിനോടൊപ്പം തന്നെ പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ആൾക്കാരും കൂടെ ഇതിനകത്ത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മാറ്റം വരുത്തിക്കൊണ്ടുവരാനുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അത് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനീയനായ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലും സീനിയർ നേതാവും മുൻ പ്രസിഡൻറ്റും മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ്റെ നേതൃത്വത്തിലും ബഹുമാനീയനായ സീനിയർ നേതാവ് കുമ്മന സാറിൻ്റെ നേതൃത്വത്തിലും കൃഷ്ണദാസ് അദ്ദേഹം സീനിയർ നേതാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇതിനകത്ത് പുറമേ കാണുന്ന ആളുകൾ പറയുന്ന രീതിയിലുള്ള തർക്കങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഡൽഹിയിൽ നിന്നൊരു ഫോൺ കാൾ കൊണ്ട് തീർക്കാമെന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. മറ്റുള്ള കോൺഗ്രസ് പോലെയോ മറ്റുള്ള സംഘടന പോലെയുള്ള തർക്കങ്ങളൊന്നും ഇതിനകത്ത് വലുതായിട്ടില്ല. കാരണം അത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറികടന്ന് ആർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അതോടൊപ്പം പ്രധാനമായ നട്ടലെന്ന് പറയുന്ന RSS. അതെ, വേറൊന്ന് ഞാനൊന്ന് ഒരു കാര്യം കൂടി ചോദിച്ചോളേ. അതായത് നമ്മുടെ പല രാഷ്ട്രീയ നിരീക്ഷകർ നമ്മുടെ വേദിയിലെത്തി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, RSS-ന് ഈ മുസ്ലിം വിരോധമൊന്നുമില്ല. അവർക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോയി BJP അധികാരത്തിലെത്തിക്കണം എന്നുള്ളതാണ്. മുസ്ലിം വിരോധം അല്ലെങ്കിൽ മുസ്ലിം അന്ധത നിറഞ്ഞ ഒരു രാഷ്ട്രീയമല്ല അവരുടേത്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ആ ഒരു ബോധ്യം വരുത്തുന്നതിന് BJP പരാജയപ്പെടുകയല്ലേ? ഇല്ല സാർ, ഇല്ല. അതിനകത്തെന്ന് വെച്ചാൽ ഇപ്പം മുനമ്പം വിഷയം വന്നു. മുനമ്പത്തെ ക്രിസ്ത്യൻ സഭയും ഉണ്ട്, ഹിന്ദു സഭയുണ്ട്, ആൾക്കാരുണ്ട്. ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടത് ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ്. അതിന് സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയിരുന്നു, V. മുരളീധരൻ അവിടെ പോയിരുന്നു, മുൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേട്ടൻ അദ്ദേഹം പോയിരുന്നു. അതുപോലെ തന്നെ സീനിയർ നേതാക്കളായിട്ട് എല്ലാവരും അവിടെ പോയി, കുര്യൻ സാർ അവിടെ പോയി, മുൻ കേന്ദ്രമന്ത്രി. അപ്പോൾ അത് മാത്രമല്ല, പ്രമുഖരായ പല നേതാക്കൾ അവിടെ വന്നു, ദേശീയ നേതാക്കൾ. നമ്മൾ അതുപോലെ ഇപ്പോൾ ചാവക്കാട് മുനമ്പ് പോലെ തന്നെ ചാവക്കാടും വഖഫ് ബോർഡ് തിരിച്ചു. അവിടെ ഏകദേശം 900-ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങളാണ് വഖഫ് ബോർഡിൻ്റെ ആ ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് BJP ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ വീടുകൾ കൈവയ്ക്കുന്ന വഖഫ് ബോർഡ്, അത് ക്രിസ്ത്യാനി ആയിരുന്നാലും ഹിന്ദുവിൻ്റെ ആയിരുന്നാലും മുസ്ലിമിൻ്റെ ആയിരുന്നാലും അവരെ സംരക്ഷിക്കുക എന്ന നയത്തോടു കൂടിയാണ് നമ്മളെ ആഭ്യന്തരമന്ത്രി ബഹുമാനീയനായ അമിത്ഷാ പാർലമെൻറ്റിൽ ആ ബില്ല് കൊണ്ടുവരുന്നത്. അത് പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ജിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപ്പിലാക്കുന്നത്. അത് തീർച്ചയായും പാർലമെൻറ്റിൽ പാസ്സാകും. പക്ഷേ കേരളത്തിൽ പോയിട്ടുള്ള 18-ഓളം വരുന്ന 19 പേര് പ്ലസ് ആണല്ലോ, ഒന്ന് വേറെയാണല്ലോ, 19 പേരും ഈ ബില്ലിനെ എതിർത്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ നിലപാട് മാറ്റം വന്നേക്കും. ഇതിനകത്ത് ഒരിക്കലും ചർച്ച 400 ഏക്കർ സ്ഥലം കാസർഗോഡ് കൊടുത്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നത് സർക്കാർ ചെയ്യുന്നെങ്കിൽ അത് മണ്ടത്തനമാണ്. കാരണം അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവർക്ക് ചൂണ്ടിക്കാണിച്ചാൽ ആ വഖഫ് ബോർഡ് ഈ സ്ഥലമായി മാറുന്ന ഒരു
ഒരു നിയമമാണ് നിലവിലുള്ളത്. അതെ. അതുകൊണ്ട് അത് മണ്ടത്തനമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അതിന് പക്ഷേ ഗവൺമെന്റ് അത്തരം ഒളിച്ചുകളി കാര്യങ്ങളിൽ വലിയ രീതിയിൽ പോകില്ലെന്ന് ഞാൻ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തോന്നുന്നു. ഒളിച്ചുകളി വിജയിക്കില്ല. ഇതിപ്പോ പക്ഷേ നാളെ ഇതിനകത്ത് കേരള പാർലമെന്റ് നിയമം വന്നാൽ മാത്രമേ കേരള കൗമുദിയുടെ വാരാന്ത്യ പതിപ്പിൽ വളരെ വളരെ മനോഹരമായ ഒരു ഫീച്ചർ വരുന്നുണ്ട്. കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ ടി.കെ. സുനിൽകുമാർ തയ്യാറാക്കിയ വളരെ അതിലൂടെ അത് വായിക്കുമ്പോൾ നമുക്കറിയാം വഖഫ് ബോർഡിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ മുസ്ലിങ്ങൾ തന്നെ നരകയാതന അനുഭവിക്കുന്ന അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കേരള കൗമുദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇപ്പൊ ചേലക്കരയും മറ്റേ വയനാടും പാലക്കാടും അതെ. സ്റ്റാറ്റസ് കോ നിലനിർത്തിയെങ്കിലും 3 മുന്നണിയേക്കും അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ. എന്തായാലും വോട്ടേഴ്സ് ചോയ്സിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ വി എസ് രാജേഷ്, ഒപ്പം തന്നെ BJP നേതാവ് തമ്പാനൂർ സതീഷ്, ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. വോട്ടേഴ്സ് ചോയ്സിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.